ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഗോതമ്പൊടിയും പഴവും വെച്ചിട്ട് ഒരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പൊടി വേണം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതൊരു മൈൽഡായിട്ടുള്ള മധുരം മാത്രമേ കാണൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. ഇപ്പോൾ രണ്ടും ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർക്കാം. ഇപ്പോൾ തൈരില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. പക്ഷെ ഒരുപാടങ്ങ് ടൈറ്റ് ആക്കേണ്ട, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ കയ്യിലൊക്കെ കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഇത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ മാറ്റി വയ്ക്കാം. ഇത്രയും സോഫ്റ്റായിട്ടാണ് ഇത് കുഴച്ചിരിക്കുന്നത്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും മാവ് പൊന്തി കിട്ടും. ഇനി നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏത് അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വറുത്ത അവിൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഏലക്കയും കൂടെ തന്നെ 5-6 കാഷ്നട്ടും കൂടി ചേർക്കുന്നുണ്ട്. കാഷ്നട്ട് ഇല്ലെങ്കിൽ നമുക്ക് ബദാം എടുക്കാം, അല്ലെങ്കിൽ കപ്പലണ്ടി വറുത്തതായാലും മതി. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം വേണം. ഞാനിവിടെ 2 മീഡിയം സൈസായിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴുപ്പ് കൂടിയ പഴമൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 1/4 കപ്പ് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലിൻ്റെ പൊടിയും കൂടി ഇതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവിൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ശർക്കരയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ശർക്കരപ്പാനി നമുക്ക് അവിൽ ചേർക്കുന്നതിനും മുമ്പിട്ട് തന്നെ നമ്മൾ ശർക്കരപ്പാനി ചേർത്തിരിക്കണം. അപ്പോൾ ഇതുപോലെ ചേർന്ന് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു വലിയ ബോൾ എടുക്കാം. ഈ ഒരു സൈസിലാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പഴവും നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ഗോതമ്പിൻ്റെ ബോൾ എടുത്തതിൻ്റെയും കുറച്ച് ചെറുതായിട്ട് വേണം പഴത്തിൻ്റെ ബോൾസ് ആക്കി എടുക്കാനായിട്ട്. ഇനി ഈ മാവ് നമുക്ക് കൈവച്ചനെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്നെങ്കിൽ വാഴയില എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും മതി. അപ്പോൾ ഈ ബോൾ ഇതുപോലെ വെച്ച് ചെറുതായിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം മറ്റൊരു ഇല വെച്ച് കവർ ചെയ്തിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 തവണ ഇതുപോലെ പ്രസ് ചെയ്തപ്പോൾ ഇത്രയും കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കട്ടിയിൽ വേണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കനം കുറച്ച് ആക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി കൈവച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരല്പം നെയ്യ് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിടുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത കാരണം കുറച്ചും കൂടി ഒന്ന് പൊങ്ങിക്കിട്ടും. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
ഇതിപ്പോൾ ആയിട്ടുണ്ട്. രണ്ട് സൈഡും നമ്മൾ മീഡിയം ഫ്ലെയിമിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കാണ്. പ്രത്യേകിച്ച് നമ്മൾ കളറായ പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറമേയും അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.